ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ സെഷനാണ്. ഈ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നൊക്കെ പറയുമ്പോൾ വിമാനത്തിലുള്ള ചലനമാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയാൻ കാരണം ഞാനങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ടായിരുന്നു. കാരണം ഞാൻ +2 പഠിച്ചപ്പോൾ മാത്തമാറ്റിക്സിൽ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. അപ്പോൾ സാറ് വന്നിട്ട് നാളെ മെട്രിക്സ് ആണ് പഠിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ സിനിമയുടെ കാര്യമാണ് ആലോചിക്കുന്നത്. അപ്പോൾ സിനിമ അല്ലെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം, പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപരിതലം. അപ്പോൾ ഒരു ഉപരിതലത്തിലുള്ള ഒരു ചലനം അല്ലെങ്കിൽ ഒരു സർഫസിലുള്ള ചലനത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതൊരു മൾട്ടി ഡയമെൻഷണൽ മോഷനാണ്. സിംഗിൾ ഡയമെൻഷനുള്ള സ്ട്രെയിറ്റ് ലൈൻ അല്ല, പകരം ഒരു ഉപരിതലത്തിൽ എവിടെ വേണോ പോകാം. അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ മോഷനാണ് നമ്മൾ പഠിക്കുന്നത്. ചിലപ്പോൾ 3 ഡയമെൻഷണൽ മോഷനെ കുറിച്ചും നമ്മൾ കുറച്ച് പഠിച്ചെന്ന് വരും. അപ്പോൾ അതിനെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് സെഷൻ നമ്പർ 1 നമ്മൾ പറഞ്ഞായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ 2 സെഷനായി നമ്മൾ വെക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിച്ചു വന്നത്. അപ്പോൾ അത് കാണാത്തവർ ദയവേത് അത് കണ്ടിട്ട് വരിക. രണ്ടും എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡഡാണ്. കാണണം ഉള്ളവർക്ക് ഇവിടെ കാർഡ്സിൽ അത് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അവയുടെ ലിങ്ക്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് വന്ന് ഇത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ഫ്ലോന് നല്ലത്. നിർബന്ധമില്ല, ബട്ട് കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ വെക്ടേഴ്സ് എന്താണ്, എങ്ങനെ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും, 2 ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ, കാർട്ടീഷ്യൻ ഫോമും മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോം, അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതിനുശേഷം മോഡുലസ് എങ്ങനെ എടുക്കും, അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, നെഗറ്റീവ് എങ്ങനെ എടുക്കും, യൂണിറ്റ് വെക്ടർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്ടർ അഡീഷനെ കുറിച്ച്, ലോ ഓഫ് വെക്ടർ അഡീഷനെ കുറിച്ച്, 2 ലോ ഓഫ് വെക്ടർ അഡീഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ഗ്രാഫിക്കലി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു വെക്ടറിൻ്റെ റിസൾട്ടിന് എടുക്കണം എന്നുണ്ടെങ്കിൽ, 2 വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി 4 ഓപ്പറേഷനാണ് പറയുന്നത്: അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ അതിൽ അഡിഷൻ, വെക്ടേഴ്സ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യും. അതേപോലെ ഇനി പഠിക്കാൻ പോകുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് ഇന്ന് തന്നെ നമ്മൾ എങ്ങനെ വെക്ടേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യും എന്നുള്ളത് പഠിക്കും. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്, വെക്ടേഴ്സ് വെച്ച് എങ്ങനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഗ്രാഫിക്കൽ മെത്തേഡാണ് പഠിച്ചത്. 2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഗ്രാഫിക്കലി വരച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്നായിരുന്നു പഠിച്ചത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാഫ്സ് ഇല്ലാതെ എങ്ങനെ എഴുതി കണ്ടുപിടിക്കാം, അനലിറ്റിക്കലി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. ആൻഡ് മാർക്സ് അങ്ങനെ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അതല്ലെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നൊരു ബേർഡനിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായി പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ നിങ്ങളുടെ കമൻസ് വായിച്ച് ആൻസർ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ളവർ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതിക്കൊള്ളുക. അത് തന്നെയാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. അനലിറ്റിക്കൽ മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ എഴുതി കണ്ടുപിടിക്കാം, ഗ്രാഫിക്കലി വരച്ച് കണ്ടുപിടിക്കുന്നോ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിൽ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും എങ്ങനെ എഴുതി കണ്ടുപിടിക്കാം, നമുക്ക് വെക്ടർ അഡീഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അനലിറ്റിക്കൽ മെത്തേഡ് ഫോർ വെക്ടർ അഡീഷൻ, ആദ്യം ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുവാണ്. ലെറ്റ് എ ആൻഡ് ബി ബി 2 വെക്ടേഴ്സ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഈച്ച് അതർ. 2 വെക്ടേഴ്സ് ഉണ്ട്, ഒരു വെക്ടർ എ, മറ്റൊരു വെക്ടർ ബി. ഓക്കെ, ഇത് എ ആണെന്ന് കരുതുക, ഇത് ബി ആണെന്ന് കരുതുക. അവ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഓർക്കുക, 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നാക്കി വരച്ചിട്ട് വേണം അതിലുള്ള ആംഗിൾ അടയാളപ്പെടുത്താൻ. അതായത് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. വെക്ടർ എ വരച്ചിട്ട് ആ വെക്ടർ എ തീരുന്ന സ്ഥലത്ത് വെക്ടർ ബി വരയ്ക്കുന്നു. അങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ അല്ല നോക്കേണ്ടത്, ഇങ്ങനെയല്ല നോക്കേണ്ടത്. കാരണം ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത് വെക്ടർ എ തീരുന്ന സ്ഥലത്താണ് വെക്ടർ ബി വരച്ചിട്ടുള്ളത്. അങ്ങനെ അല്ല ആംഗിൾ നോക്കേണ്ടത്. പകരം എങ്ങനെയാണ് നോക്കേണ്ടത്, 2 വെക്ടേഴ്സും തുടങ്ങുന്നത് ഒരേ സ്ഥലത്തായിരിക്കണം, ഇനിഷ്യൽ വെക്ടേഴ്സ് ആയിരിക്കണം. എന്നിട്ട് അവിടെ നിന്ന് വേണം ആംഗിൾ നോക്കാൻ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന 2 വെക്ടേഴ്സ് ഉണ്ട്, എ ബി, അവ തമ്മിൽ ആംഗിൾ തീറ്റയുണ്ട്. ഓക്കെ, ബൈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ R is a resultant and it makes an angle beta with A. ഓക്കെ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ വളരെ ഡീറ്റെയിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ചെയ്യുന്നത്, ഒരു വെക്ടർ തീരുന്ന സ്ഥലത്ത് നമ്മൾ മറ്റൊരു വെക്ടറിനെ കൊണ്ടുവയ്ക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ഒന്നെങ്കിൽ എ തീരുന്നിടത്ത് ബീനെ കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ ബി തീരുന്നിടത്ത് എനെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഞാൻ ഈ കേസിൽ ഈ ബീനെ പിടിച്ച് ഇവിടെ വെക്കുവാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ബി ഇങ്ങനെ വരും. ഇതാണ് ഇനി മുതൽ എൻ്റെ ബി എന്ന് വിചാരിക്കുക. ഈ ബി ഇല്ല, പകരം ഈ ബി ആണുള്ളത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ആയിരിക്കും അതിന് ആംഗിൾ തീറ്റ വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താ പറയുന്നത്, 2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 വെക്ടേഴ്സിനെ ട്രയാങ്കിളിൻ്റെ 2 സൈഡായി വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, വെക്ടർ എ ഇതാണ്, വെക്ടർ ബി ഇതാണ്, അപ്പോൾ അതിനെ ട്രയാങ്കിളിൻ്റെ 2 സൈഡായി വരച്ചു. 3ാമത്തെ സൈഡ് ഏതാ, ഈ സൈഡ്.
ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ രണ്ട് സൈഡായി വരച്ചു കഴിഞ്ഞു. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഒരു വെക്റ്റർ തീരുന്ന സ്ഥലത്ത് മറ്റേ വെക്റ്റർ വരയ്ക്കണം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിന് എനിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കണം. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയി മുകളിലോട്ട് പോയി പിന്നെ താഴോട്ടാണ് വരേണ്ടത്. പക്ഷേ നമ്മൾ റിസൾട്ടൻറ്റ് വരുമ്പോൾ നമ്മൾ അതും മുകളിലോട്ട് വരയ്ക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കും. ശരിക്കും വെക്റ്റേഴ്സ് വരയ്ക്കേണ്ടത് ഇങ്ങോട്ട് പോയി മുകളിലോട്ട് പോയി താഴോട്ടായിരുന്നു വരയ്ക്കേണ്ടത്. പക്ഷേ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കും. അങ്ങനെ എടുക്കുന്നതായിരിക്കും എനിക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ്. ഇതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ പറയുന്നത്. അപ്പോൾ ആ സെയിം റെപ്രസെൻറ്റേഷനാണ് ഇവിടെ വരച്ചേക്കുന്നത്. എ വരച്ചു, ഒ പി എന്നുള്ളത് എ ആണ്, ഒ പി എന്ന് ഞാൻ അടയാളപ്പെടുത്തുവാണ് അതിനെ. അതിനുശേഷം ബി വെക്ടർ വരച്ചു, അത് പി ക്യൂ ആണ്. ഓക്കെ, അവ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അത് ഇവിടെ വരച്ച പോലെ ഇങ്ങനെയായിരുന്നു ആംഗിൾ നോക്കേണ്ടത്. പക്ഷേ ബീനെ ഇങ്ങറ്റത് വരച്ചു. അപ്പം ബി വരച്ചു, അവ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ഇനി റിസൾട്ടൻറ്റ് വരയ്ക്കേണ്ടിയിരിക്കുന്നു. ഒയിൽ നിന്നും റിസൾട്ടൻറ്റ് ഇതാ ഇങ്ങനെ വരും, ക്യൂവിലോട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരോ ഇടുന്നു. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ള ആർ ഇസ് എ റിസൾട്ടൻറ്റ് ആൻഡ് ഇറ്റ് മേക്സ് ആംഗിൾ ബീറ്റ വിത്ത് എ. എയുമായി ബീറ്റ ആംഗിൾ അതുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എ വെക്റ്റർ അല്ലെങ്കിൽ ഒ പി ഈസ് എക്സ്റ്റെൻഡഡ് ആൻഡ് ക്യു എൻ ഈസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ഒ എൻ. ഓക്കെ, ഈ ഒ പി എന്ന് പറഞ്ഞ എ വെക്ടറിനെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുവാണ്. എന്നിട്ട് എൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നും ക്യു വെക്ടറിലോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് വരച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത്. എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്, അവ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ആർ വെക്ടറാണ് എൻ്റെ റിസൾട്ടൻറ്റ്. ഓക്കെ, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അത് എയുമായി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. ഈ എ വെക്ടറിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ എന്നിൽ നിന്നും നമ്മൾ ക്യൂവിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? നമുക്കറിയാം ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്, അല്ലെങ്കിൽ വെക്ടർ അഡീഷൻ ആണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ മോഡുലസ് ആണ്, അല്ലെങ്കിൽ ഇതിന് എത്ര നീളമുണ്ട് എന്നുള്ളത് ആദ്യം കിട്ടണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡായി, പിന്നെ ഡയറക്ഷൻ കിട്ടണം. ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി ഈ ആംഗിൾ കിട്ടിയാൽ ബീറ്റ എത്രയാണ് എന്ന് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് ഓഫ് ആറും അതേപോലെ ബീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമായി. മോഡുലസ് ഓഫ് ആർ എന്ന് പറയുന്നത് ഈ ലെങ്ത് തന്നെയാണ്, അതായത് ഒ ക്യൂവിൻ്റെ ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഒ ക്യൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ കിട്ടാൻ ഈ ആംഗിൾ ബീറ്റ എടുത്താലും മതി. അപ്പോൾ ആദ്യം എനിക്ക് ഒ ക്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയുകയാണ് ഫ്രം ട്രയാങ്കിൾ ഒ എൻ ക്യൂ, വലിയ ട്രയാങ്കിൾ. ഓക്കെ, ഒ എൻ ക്യൂ. ആ ഒ എൻ ക്യൂ ഞാൻ ഇവിടെ വരയ്ക്കുവാണ്. ഇത് 90 ഡിഗ്രി ആണെന്നറിയാം, കാരണം എന്നിൽ നിന്നും പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് 90 ഡിഗ്രി ആണ്. ആംഗിൾ ഒ എന്ന് പറയുന്നത് ബീറ്റ ആണ് എന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒ എൻ ക്യൂവിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഒ ക്യൂ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്. ഇതിനെ ബേസ് എന്ന് പറയാം, ഇത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ പൈതഗോറസ് തിയറം പറയുന്നത് എന്തുവാ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഒ ക്യൂ സ്ക്വയർ ഈക്വൽ ടു ഒ എൻ സ്ക്വയർ പ്ലസ് എൻ ക്യൂ സ്ക്വയർ, അല്ലെങ്കിൽ ക്യൂ എൻ സ്ക്വയർ. ഒ എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ സ്ക്വയർ, ഇത് നമുക്കറിയാം. അപ്പോൾ എനിക്ക് ഒ എന്നും ക്യൂ എന്നും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒ ക്യൂ സ്ക്വയർ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒ ക്യൂ കിട്ടും. ഒ ക്യൂ തന്നെയാണ് എനിക്ക് വേണ്ടത്, ആർ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് ഒ എൻ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ അടുത്ത സ്റ്റെപ്പ് പറയുവാണ്. ഒ എൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഒ എൻ എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണ്. അതെന്ന് പറയുന്നത് ഒ പി പ്ലസ് പി എൻ ആണ്. അപ്പോൾ ഒ എൻ എന്ന് പറയുന്നത് ഒ പി പ്ലസ് പി എൻ ആണ്. എന്ന് പറഞ്ഞാൽ എ വെക്റ്റർ പ്ലസ് പി എൻ ആണ്. ഒ പി എ വെക്റ്റർ ആണെന്നറിയാം, പ്ലസ് പി എൻ ആണ്. ഇനി എനിക്ക് പി എൻ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ അടുത്ത ട്രയാങ്കിൾ പറയണം. ഫ്രം ട്രയാങ്കിൾ പി ക്യു എൻ. ഓക്കെ, പി ക്യു എൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഇവിടെ സൈഡിൽ പി ക്യു എൻ കുഞ്ഞ് ട്രയാങ്കിളാണ്, ആംഗിൾ കൂടിയ ട്രയാങ്കിളാണ് അല്ലേ. പി എൻ ക്യൂ ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. പി എൻ ക്യൂ. ഒരിക്കൽ കൂടി ഇത് 90 ഡിഗ്രി ആണെന്നറിയാം. ഈ ആംഗിൾ തീറ്റ ആണെന്നറിയാം, ആംഗിൾ പി. ഓക്കെ, അതിൽ നിന്നും നമുക്ക് എന്ത് പറയാം? ആദ്യം ശ്രദ്ധിക്കാം, നമുക്ക് ഇതിനെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം. ഓക്കെ, ഇത് അഡ്ജസൻറ്റ് സൈഡ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം കോസ് തീറ്റ പറയാം. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ ഡിവൈഡഡ് ബൈ പി ക്യു ആണ്. എനിക്ക് പി എൻ വേണമായിരുന്നു നേരത്തെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി എൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി എൻ ഇസ് ഈക്വൽ ടു പി ക്യു ഇൻറ്റു കോസ് തീറ്റ എന്നെനിക്ക് എഴുതാം. ഇതേ ട്രയാങ്കിളിൽ നിന്നും ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുവാണ്, സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതെന്തിനാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ക്യു എൻ ഡിവൈഡഡ് ബൈ പി ക്യു ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യു എൻ എന്ന് പറയുന്നത് പി ക്യു സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇത് നോക്കുക, ഇതിനെ 1 എന്നും ഇത് എക്സ് എന്ന് ഞാൻ എടുക്കുവാണ്. ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം 1 and 2 എനിക്ക് എന്ത് പറയാം? ഒ എൻ എന്ന് പറയുന്നത് എ പ്ലസ് പി എൻ ആയിരുന്നു. അതായത് എ പ്ലസ് പി എൻ ഇപ്പം എനിക്കറിയാം പി ക്യു കോസ് തീറ്റയാണ്. പി ക്യു കോസ് തീറ്റ ആൻഡ് പി ക്യു എനിക്കറിയാം, ഇതാ കിടക്കുന്നു പി ക്യു, ബി വെക്ടറാണ്. അതായത് എ പ്ലസ് ബി കോസ് തീറ്റയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക്, അപ്പോൾ ഒ എൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ക്യു എൻ എനിക്ക് പറയണം. അപ്പോൾ ഫ്രം ട്രയാങ്കിൾ, ഒരിക്കൽ കൂടി സെയിം ട്രയാങ്കിൾ തന്നെയാണ് പി ക്യു എൻ. പി ക്യു എൻ ക്യു എൻ സ്ക്വയർ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. അല്ലെങ്കിൽ ഇതിനെ ആൾട്ടിറ്റ്യൂഡ് എന്നും പറയാം, ഇതിനെ ബേസ് എന്നും പറയാം. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിനെ സ്ക്വയർ പൈത്തഗോറസ് തിയറം വെച്ച് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ പി ക്യു സ്ക്വയർ മൈനസ് പി എൻ സ്ക്വയർ, പി ക്യു സ്ക്വയർ മൈനസ് പി എൻ സ്ക്വയർ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഞാൻ എ എന്ന് വിളിക്കുവാണ്, ഇതിനെ ബി എന്ന് വിളിക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുവാണ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ ആൻഡ് ബി ഇൻ എക്സ്. ഈ കിടക്കുന്ന എക്സിൽ ഞാൻ ഈ എയും, കാരണം എനിക്ക് ഒ എൻ ഉണ്ട്, അപ്പോൾ ഒ എൻ സ്ക്വയറിന് വേണ്ടി ഞാൻ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അതേപോലെ എനിക്ക് ബിയിൽ ക്യു എൻ സ്ക്വയർ ഉണ്ട്, അപ്പോൾ ക്യു എൻ സ്ക്വയറിന് വേണ്ടി അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒ ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എൻ സ്ക്വയർ ആണ്, എ പ്ലസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ക്യു എൻ സ്ക്വയർ. ക്യു എൻ സ്ക്വയറിനെ എനിക്ക് പി ക്യു സ്ക്വയർ മൈനസ് പി എൻ സ്ക്വയർ എന്ന് എഴുതാം. എങ്ങനെ എഴുതിയത്? എക്സിൽ നിന്നും, എക്സിൽ ആദ്യം ഒ എൻ സ്ക്വയർ ആണ്, ഒ എന്നിന് പകരം എ പ്ലസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. ഒ എൻ സ്ക്വയറിന് പകരം ഒ എൻ നമുക്കറിയാം എ പ്ലസ് ബി കോസ് തീറ്റ, അപ്പോൾ ഒ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ മൈനസ് പി എൻ സ്ക്വയർ ആണ് ക്യു എൻ സ്ക്വയർ എന്ന് എനിക്കറിയാം. അപ്പോൾ അതും കൂടെ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അത് എന്ത് വരും? എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് പി ക്യു സ്ക്വയർ, പി ക്യു ബി ആണ്, അപ്പോൾ അത് ബി സ്ക്വയർ ആണ്, മൈനസ് പി എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് പി എൻ. പി എൻ എനിക്കറിയാം പി ക്യു കോസ് തീറ്റയാണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ, അപ്പോൾ ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ, ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ ഒരു പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, മൈനസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, അത് രണ്ടും വെട്ടിപ്പോവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഒ ക്യു സ്ക്വയർ ആണ്. ഒ ക്യു സ്ക്വയർ എന്ന് പറയുന്നത്, ഒ ക്യു എന്താണ്? ആർ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആർ എന്തായി? മോഡുലസ് ഓഫ് ആർ എന്ന് ഞാൻ എഴുതുവാണ്, എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ അണ്ടർ റൂട്ട്
ഇതായിരിക്കും എനിക്ക് അനലിറ്റിക്കൽ മെത്തേഡിൽ എനിക്ക് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യണം? ഒന്നിൻ്റെ അറ്റത്ത് മറ്റൊരെണ്ണം കൊണ്ടുവയ്ക്കണം. എന്നിട്ട് മൂന്നാമത്തെ സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആംഗിൾ ഇടണം, ആരോ ഇടണം. അങ്ങനെ എന്നിട്ട് അതിനെ മെഷർ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ആംഗിൾ എത്രയാണോ ആ ആംഗിൾ ആയിരിക്കും എനിക്ക് അതിന് വരുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നമുക്ക് മെഷർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ സ്കെയിലും പെൻസിലും വെച്ചൊന്നും മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് a² + 2ab cos θ + b² അണ്ടർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആംഗിളും കിട്ടണം. ആംഗിൾ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇതാ നോക്കിയേ, നമുക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഈ ബീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ടാൻ ബീറ്റ എഴുതാം. ടാൻ ബീറ്റ ഫ്രം, ഞാൻ ഒരിക്കൽ കൂടി ഈ ONQ ആ ട്രയാങ്കിൾ ആണ് പറയുന്നത്. ഓക്കെ, ഫ്രം ട്രയാങ്കിൾ ONQ ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു, ടാൻ ബീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ബേസ്, അതായിരിക്കും ടാൻ ബീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? QN divided by ON. QN divided by ON എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ QN നോക്കുക. QN എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, PQ സൈൻ തീറ്റയാണ്. ഓക്കെ, ഇതിന് ഞാൻ P എന്ന് പറയുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ എങ്ങനെ എഴുതാം? QN എന്ന് പകരം B സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ON. ON എനിക്കറിയാം എന്തായിരുന്നു? ON A + B cos θ, A + B cos θ എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി അനലിറ്റിക്കൽ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ആ വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് എനിക്ക് റിസൾട്ടൻറ്റ് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. റിസൾട്ടൻറ്റ് വെക്ടറുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? √A² + B² + 2ab cos θ എന്നുള്ള ഫോം ഉപയോഗിച്ചാൽ മതി. എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അതിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് തരുന്നത്. മേ ബി ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പം മറ്റുള്ള യൂണിറ്റ്സിൽ വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഫോഴ്സ് ആണെങ്കിൽ അത് ന്യൂട്ടൺസിലായിരിക്കും തരുന്നത്. വാട്ട് എവർ യൂണിറ്റ്, ആ പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ആ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത്. കോസ് തീറ്റയിൽ തീറ്റ എന്ന് പറയുന്നത് അതിനുള്ള ആംഗിൾ ആയിരിക്കും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്ഷന് വേണ്ടി നമുക്ക് ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു B sin θ divided by A + B cos θ എന്നുള്ള ഫോം എഴുതിയാൽ മതി. അതിൻ്റെ ടാൻ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബീറ്റ കിട്ടുന്നതായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ എനിക്കിതിൻ്റെ സ്പെഷ്യൽ കേസസ് ഞാൻ പറയുമ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ കേസസ്? ആദ്യം സ്പെഷ്യൽ കേസ് നമ്പർ 1, തീറ്റ ഇസ് ഈക്വൽ ടു 0 ആവുകയാണ് എന്നുള്ള കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് തീറ്റ ഈക്വൽ ടു 0 ആയാലുള്ള പ്രത്യേകത? ഓക്കെ, ശ്രദ്ധിക്കുക. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇതാണ് രണ്ട് വെക്ടേഴ്സ്. ഇവ തമ്മിലുള്ള ആംഗിൾ ആണല്ലോ തീറ്റ. ഓക്കെ, ഈ തീറ്റ കുറഞ്ഞ് വന്ന് 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം R എന്ന് പറയുന്നത് √A² + B² + 2ab cos θയാണ്. A² + B² + 2ab cos θയാണ്. ഈ cos θയുടെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം 1, തീറ്റ 0 ആകുമ്പോൾ cos θ എന്ന് പറയുന്നത് 1 ആണ്. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ അത് കുറഞ്ഞ് വന്ന് 0 ആയി. പിന്നെ വീണ്ടും തീറ്റ 180 ആകുമ്പോൾ -1 ആയി. പിന്നെ അതിനുശേഷം വീണ്ടും 0 ആയി. അപ്പോൾ -1 മുതൽ +1 വരെയാണ് തീറ്റ cos θ പോകുന്നത് തീറ്റയുടെ വാല്യൂ അനുസരിച്ച്. ഓക്കെ, അപ്പോൾ തീറ്റ 0 ആകുമ്പോഴാണ് ഇത് മാക്സിമം ആവുന്നത്. cos θ 1 ആയി തീറ്റ 0 ആകുമ്പോൾ, അതായത് ഇത് രണ്ടിൻ്റെയും ആംഗിൾ കുറഞ്ഞ് വന്ന് ആംഗിൾ 0 ആയി കഴിഞ്ഞാൽ cos θ മാക്സിമം ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആറിനെ എങ്ങനെ എഴുതാം? വിച്ച് ഇംപ്ലൈസ് R ഇസ് ഈക്വൽ ടു √A² + B² + 2ab അല്ലേ? A² + B² + 2ab cos θ എന്ന് പറയുന്നത് 0 ആയി.
അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നായി. എന്ന് വെച്ചാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അണ്ടർ റൂട്ട് അത് വരുമ്പോൾ ഇത് എ പ്ലസ് ബി ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ് ശ്രദ്ധിക്കാം. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ കുറഞ്ഞ് 0 ആയി കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി അതെന്തായി? അതൊരു 1 ഡയമെൻഷണൽ സാധനമായി. ആംഗിൾ ഉള്ളപ്പോഴാണ് ഇത് രണ്ടും 2 ഡയമെൻഷനിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടും സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? അപ്പോൾ 1 ഡയമെൻഷണൽ ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ ഇതിന് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കാരണം എന്താ, ഇത് 2 ഡയമെൻഷണൽ ആയിരുന്നു, പക്ഷേ ഞാൻ തീറ്റേനെ കുറച്ച് ഇതിൻ്റെ തീറ്റ 0 ആക്കി. അപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 2 ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുവാണ്, ഒരു ഒബ്ജക്റ്റിൽ 2 ഫോഴ്സ് വരുവാണ്. ഈ 2 ഫോഴ്സിൻ്റെയും ആംഗിൾ മാറും തോറും അതിന് ഈ പർട്ടിക്കുലർ ഇക്വേഷൻ വെച്ച് വേണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. പക്ഷേ ഈ ഫോഴ്സ് ആംഗിൾ കുറഞ്ഞു വന്ന് 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെറുതെ ഈ 2 ഫോഴ്സിനെയും ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇത് 5 ന്യൂട്ടൺ ആണ്, ഇത് 15 ന്യൂട്ടൺ ആണ് എന്ന് വിചാരിക്കാം. ആംഗിൾ ഉള്ളപ്പോൾ എന്തെങ്കിലും ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ടിന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിക്കണമായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ആംഗിൾ കുറഞ്ഞു വന്ന് 0 ഡിഗ്രി ആയി കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ഇത് രണ്ടിനെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എനിക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 5ഉം 15ഉം 20 ന്യൂട്ടൺ ആയിരിക്കും അവിടെ വരുന്നത്. അതാണ് എൻ്റെ മാക്സിമം. അപ്പോൾ 2 ഫോഴ്സ് തന്നിട്ട് അതിൻ്റെ മാക്സിമം എപ്പോഴാവും, ഏത് ആംഗിളിലാണ് മാക്സിമം ആവും എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആംഗിൾ 0 ആവുമ്പോഴായിരിക്കും മാക്സിമം വാല്യൂ വരുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടിനെയും ആഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ഓർക്കുക, ആംഗിൾ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ പ്ലസ് ബി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് കേസ്, തീറ്റ 180 ഡിഗ്രി ആവുകയാണ്. തീറ്റ 180 ഡിഗ്രി ആവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തുവാ? 2 വെക്ടേഴ്സ് ഉണ്ട്, അവ തമ്മിലൊരു ആംഗിൾ ഉണ്ട്, അത് കൂടി രണ്ടും ഓപ്പോസിറ്റായി. ഓക്കെ, അപ്പോൾ തീറ്റ 180 ആവുമ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് -1 ആയി. അപ്പോൾ which implies r is equal to root of a square plus b square minus 2ab. കാരണം ഈ 2ab cos theta എന്ന് പറയുന്നത് cos theta -1 ആയി. അപ്പോൾ a square plus b square minus 2ab ആയി. എന്ന് പറഞ്ഞാൽ a minus b the whole square under root is equal to a minus b. ഇതായിരിക്കും എനിക്ക് 180 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഉള്ള എഫക്റ്റ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ പറയുവാണ്, ഈ ഫോഴ്സ് രണ്ടും ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഒരുത്തൻ അങ്ങോട്ട് തള്ളുന്നു, മറ്റവൻ ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിനെ മൈനസ് ചെയ്താൽ മതി. ഒരിക്കൽ കൂടി ഇത് 1 ഡയമെൻഷണൽ ആയി കഴിഞ്ഞു. അപ്പോൾ 0 ഡിഗ്രി ആണെങ്കിലോ അല്ലെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിലോ ഇത് 1 ഡയമെൻഷണൽ തന്നെയാണ്. 0 ഡിഗ്രി ആകുമ്പോൾ എനിക്ക് ആഡ് ചെയ്താൽ മതി, കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ രണ്ടും പിടിച്ച് വലിക്കുവാണ്. അല്ലെങ്കിൽ 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ വീണ്ടും 1 ഡയമെൻഷനിലാണ്, ഒരുത്തം പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു, ഒരുത്തം പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ വെറുതെ മൈനസ് ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഏത് ആംഗിൾ ആണെങ്കിലും എനിക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് വേണം എനിക്ക് കണ്ടുപിടിക്കാൻ. എന്താ ഫോർമുല? ഒരിക്കൽ കൂടി, റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ആയിരിക്കും. ഇനി മൂന്നാമതൊരു കേസ് കൂടെ ഉണ്ട്, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് രണ്ടും റൈറ്റ് ആംഗിളിൽ വരുവാണെങ്കിൽ ഒരുത്തൻ അങ്ങോട്ട് വലിക്കുന്നു, ഒരുത്തൻ മുകളിലോട്ട് വലിക്കുന്നു. അതാണ് മൂന്നാമത്തെ കേസ്. അങ്ങനെയാണെങ്കിൽ എന്തായി? r is equal to root of a square plus b square plus 2ab cos theta. cos 90 എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ അതില്ല. അപ്പോൾ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും അവിടുത്തെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ 3 കേസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ വളരെ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഈ 2 ഡയമെൻഷനിൽ എപ്പോഴാവുന്നത്, അവ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാകുമ്പോൾ, വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് 2 ഡയമെൻഷനിൽ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ വെറുതെ എനിക്ക് അത് പിടിച്ച് ആഡ് ചെയ്താൽ മതി, കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. എപ്പോഴാണ്? തീറ്റ 0 ആകുമ്പോൾ. തീറ്റ 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഒരുത്തൻ അങ്ങോട്ടും ഒരുത്തൻ ഇങ്ങോട്ടും, അപ്പോൾ എനിക്ക് വെറുതെ മൈനസ് ചെയ്താൽ മതി. അവിടെ എനിക്ക് വെക്ടേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം 1 ഡയമെൻഷനിൽ തന്നെയാണ്. തീറ്റ 180യോ അല്ലെങ്കിൽ തീറ്റ 0 ഡിഗ്രിയോ ആയി കഴിഞ്ഞാൽ 1 ഡയമെൻഷനിൽ തന്നെയാണ്. ഇനി അങ്ങനെ അല്ല, തീറ്റ 90 ആണെങ്കിൽ ആ കോസ് തീറ്റ 0 ആവുന്നു, അപ്പോൾ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതല്ലാത്ത ഏത് ആംഗിൾ വരുമ്പോഴും എനിക്ക് ഓർക്കേണ്ടത് ഇക്വേഷൻ ഇതാണ്, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ്. ഫോർ ഡയറക്ഷൻ വരുമ്പോൾ tan beta is equal to b sin theta divided by a plus b cos theta എന്നുള്ളത് ഓർക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം, വെക്റ്റർ സബ്ട്രാക്ഷൻ. നമ്മൾ ഇത്രയും നേരം നമ്മൾ അഡീഷനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം, 2 വെക്ടേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? ഒരിക്കൽ കൂടി നമുക്ക് വെക്ടേഴ്സ് സ്കേലാസിനെ പോലെ, ഇപ്പം 5ഉം
15 ഉണ്ട്. ഇത് രണ്ടും കൂടെ 15ൽ നിന്ന് 5 കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വെറുതെ മൈനസ് ചെയ്താൽ മതി. പക്ഷേ വെക്ടേഴ്സിന് ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് സബ്ട്രാക്ഷനും സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇഫ് എ വെക്ടർ ഹാസ് ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം വെക്ടർ ബി, വി ക്യാൻ റൈറ്റ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി എന്ന് വെച്ചാൽ, ശ്രദ്ധിക്കാം, ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, എ വെക്ടറാണിത്. രണ്ടാമതൊരു വെക്ടർ ഉണ്ട്, ബി വെക്ടർ എന്ന് വിചാരിക്കാം. ഇവന്മാരെ തമ്മിൽ മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ബി വെക്ടറിനെ നെഗറ്റീവ് എടുക്കണം. ബി വെക്ടർ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സെഷൻ നമ്പർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇങ്ങോട്ടൊരു വെക്ടർ ഇരിക്കുവാണെന്ന് വിചാരിക്കാം. ഈ പേനയുടെ ഡയറക്ഷനിൽ, ഈ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലാണ് വെക്ടർ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതേ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് സൈഡിൽ എനിക്കൊരു വെക്ടർ കിട്ടും. ഇങ്ങോട്ടാണ് എ വെക്ടർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എ വെക്ടർ എന്നുള്ളത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ യവൻ തലതിരിഞ്ഞ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം എനിക്ക് ബി വെക്ടർ ഉണ്ടെങ്കിൽ ആദ്യം നെഗറ്റീവ് ബി വെക്ടർ എടുക്കാം. നെഗറ്റീവ് ബി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടെ ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. എന്നിട്ട് ഇവരെ രണ്ടുപേരും തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സിമ്പിളായി വരച്ച് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എ വെക്ടറും ഇത് ബി വെക്ടറും ആണെങ്കിൽ ബി വെക്ടറിന്റെ നെഗറ്റീവ് ബി വെക്ടർ ഇങ്ങോട്ട് താഴെയായിരിക്കും വരുന്നത്. എന്നിട്ട് ഇവ രണ്ടും തമ്മിൽ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് ആഡ് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എ മൈനസ് ബി ഡയറക്റ്റ് ചെയ്യാതെ എ പ്ലസ് നെഗറ്റീവ് ബി എടുക്കുക, എന്നിട്ട് ഇത് രണ്ടിനെയും വെക്ടർ അഡീഷൻ വെച്ച് ആഡ് ചെയ്യുക. അങ്ങനെയായിരിക്കും നമ്മൾ വെക്ടേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡീഷൻ നോക്കാം. നമുക്ക് 2 പ്രോപ്പർട്ടീസ് ആണ് വെക്ടർ അഡീഷനിൽ പഠിക്കാനുള്ളത്. ആദ്യം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ബി പ്ലസ് എ. തിരിച്ചാഡ് ചെയ്താലും മറിച്ച് ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്നാണ് നമ്മൾ വെക്ടർ അഡീഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, എ പ്ലസ് ബി ചെയ്താലും ബി പ്ലസ് എ ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെ ആയിരിക്കും. അതിനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ വെക്ടർ അഡീഷൻ ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2ൽ കൂടുതൽ വെക്ടർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ലെറ്റ്സ് സേ ഇതൊരു വെക്ടർ, ഇത് മറ്റൊരു വെക്ടർ, ഇത് മൂന്നാമത്തെ വെക്ടർ. ഓക്കെ, സെഷൻ നമ്പർ 2ൽ നമ്മൾ പറഞ്ഞായിരുന്നു 1ൽ കൂടുതൽ വെക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അവ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അവയുടെ റിസൾട്ടൻറ്റ് ഫൈനൽ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഏതെങ്കിലും 2 വെക്ടറിനെ എടുക്കണം. ഓക്കെ, ഇപ്പം ബിയും സിയും എടുത്തു, എന്നിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിച്ചു. ഇത് R1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബിയും സിയും പോയി കിട്ടി, എനിക്ക് R1 കിട്ടി. ഈ R1നെയും എനെയും ഞാൻ വീണ്ടും ആഡ് ചെയ്യും, എന്നിട്ട് ഫൈനൽ റിസൾട്ടൻറ്റ് R2 ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എനെയും ബിനെ ആഡ് ചെയ്യാം. ആദ്യം നമ്മളിപ്പം ബിനെ സിനെയുമാണ് ആഡ് ചെയ്തത്, പകരം എനിക്ക് എനെയും ബിനെ ആഡ് ചെയ്യാം, എന്നിട്ട് ഒരു റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാം. ഇതിനെ ഞാൻ R3 ആണെന്ന് പറയുന്നത് വിചാരിക്കാം. എന്നിട്ട് ഈ R3നെയും സിനെയും ആഡ് ചെയ്ത് എനിക്ക് R4 കണ്ടുപിടിക്കാം. 2 കേസിലും എനിക്ക് അവസാനം കിട്ടുന്നത് സെയിം റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. എന്താണോ ആദ്യം കിട്ടിയത്, ബി പ്ലസ് സി ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റിനെ എനോട് ആഡ് ചെയ്താലും എ പ്ലസ് ബി ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ സിന് കൂടെ ആഡ് ചെയ്താലും എനിക്ക് കിട്ടുന്നത് സെയിം റിസൾട്ട് തന്നെയായിരിക്കും. അതാണ് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആദ്യം ചെയ്തു, ഇതിനെ പ്ലസ് സി ചെയ്യുന്നു. ഇതും ആദ്യം ബി പ്ലസ് സി ചെയ്യുന്നു, എന്നിട്ട് അതിനെ എയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും സെയിം തന്നെയാണ് എന്നാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ വെക്ടർ അഡീഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടീനെ ഫോളോ ചെയ്യുന്നു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടീനെ ഫോളോ ചെയ്യുന്നു. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആദ്യം ചെയ്തിട്ട് അതിനെ സിൻ്റെ കൂടെ ആഡ് ചെയ്താലും ബി പ്ലസ് സി ആദ്യം ചെയ്തിട്ട് അതിനെ എയുടെ കൂടെ ആഡ് ചെയ്താലും സെയിം എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബിയും ബി പ്ലസ് എ തിരിച്ച് ചെയ്തത് സെയിം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഈ പഠിച്ച കൺസെപ്റ്റ്സ് വെച്ചിട്ട്. 2 ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ടു ഈച്ച് അതർ. ഓക്കെ, ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, രണ്ടിൻ്റെയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഓക്കെ, ഇതൊരു ഫോഴ്സ് എന്ന് വിചാരിക്കുക, ഇത് മറ്റൊരു ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആംഗിൾ വരയ്ക്കുമ്പോൾ
കോ ഇനിഷ്യൽ വെക്ടേഴ്സായി വരയ്ക്കാം. അങ്ങനെ മാത്രമേ ആംഗിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇഫ് ദി ഫോഴ്സസ് ആർ 10 ന്യൂട്ടൺ ആൻഡ് 50 ന്യൂട്ടൺ, ഇത് 50 ന്യൂട്ടൺ ആണ്, ഇത് 10 ന്യൂട്ടൺ ആണ്, മുകളിലോട്ട് പോകുന്നു. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഒബ്റ്റൈൻ ബൈ സബ്ട്രാക്ടിങ് ദം. ഇവ രണ്ടും തമ്മിൽ 50 ന്യൂട്ടണിൽ നിന്നും 10 ന്യൂട്ടൺ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത് വാല്യൂ, അതായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു തന്നു നേരത്തെ, എപ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു വെക്ടറിനെ ഏത് വെക്ടറാണോ രണ്ടാമത് വരുന്നത് അതിനെ തിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് എടുക്കുക. ബി വെക്ടറാണ്, എ മൈനസ് ബി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മൈനസ് ബി എടുക്കുക. മൈനസ് ബി എങ്ങനെ എടുക്കുന്നത്? ഇപ്പോൾ ഈ 10 വെക്ടറിനെ ഞാൻ തിരിക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ 10 വെക്ടർ ഇങ്ങനെ വരും. ഓക്കെ, എന്ന് വെച്ചാൽ ഇതായിരിക്കും എനിക്ക് ആക്ട് ചെയ്യുന്ന പാത്ത്. എൻ്റെ 10 വെക്ടർ നേരെ 10 ന്യൂട്ടൺ വെക്ടർ തിരിഞ്ഞു. ഓക്കെ, തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ആംഗിൾ എന്തായി? ഇത് 60 ഡിഗ്രി ആണ്. തിരിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണ് 60 ഡിഗ്രി. അപ്പോൾ ഈ ബാക്കിയുള്ള ആംഗിൾ 120 ഡിഗ്രി ആണ്. അപ്പോൾ ഈ -10 ന്യൂട്ടൺ വെക്ടറിന് ആയിട്ട് ഈ 50 ന്യൂട്ടൺ വെക്ടറിന് 120 ഡിഗ്രി ആണ് ആംഗിൾ. അപ്പോൾ എൻ്റെ തീറ്റ, എഫക്റ്റീവ് തീറ്റ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് രണ്ടിനെയും വെക്ടർ അഡിഷൻ ചെയ്താൽ മതി. എനിക്ക് എന്തൊക്കെ അറിയാം? എ അറിയാം, 50 ന്യൂട്ടൺ ആണ്. ബി അറിയാം, 10 ന്യൂട്ടൺ ആണ്. തീറ്റ അറിയാം, 120 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് കാര്യം ഇവിടെ കണ്ടുപിടിക്കണം. ആദ്യം ആർ, അതായത് റിസൾട്ടൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. റിസൾട്ടൻ്റ് എനിക്കറിയാം √(a² + 2ab cos θ + b² ആയിരിക്കും. ആൻഡ് അതിനുശേഷം എനിക്ക് ടാൻ ബീറ്റ കണ്ടുപിടിക്കണം. ടാൻ ബീറ്റ എന്ന് പറയുന്നത് b sin θ / a + b cos θ ആയിരിക്കും. ഇതൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക സ്വന്തമായിട്ട്. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് ചെയ്ത് കാണിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ആർ വെക്ടറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആർ എന്ന് പറയുന്നത് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡാണ് a² 50² + b² 10² + 2ab 2 × 50 × 10 × cos θ cos 120. ഇത് കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. ഓൾമോസ്റ്റ് 45.8 ന്യൂട്ടൺ കിട്ടുമെന്ന് തോന്നുന്നു. അതേപോലെ ടാൻ ബീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം b sin θ / a + b cos θ ആണ്. എന്ന് പറഞ്ഞാൽ 10 × sin 120 / 50 + 10 cos 120 ആയിരിക്കും. ഇതും കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ is equal to magnitude of b vector is equal to magnitude of a plus b and resultant vector. Okay, find the angle between a vector and b vector. a vector and b vector തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യമേ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? a vector modulus of a vector is equal to modulus of b vector is equal to a plus b ന്റെ modulus. ഓക്കെ, പിന്നെ നമുക്കൊരു കോൺസ്റ്റന്റ് ആണെന്ന് എടുക്കാം. കാരണം ഈ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാല്യൂ ആണ്, ഒരു മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് a + b വെക്ടറിൻ്റെ മോഡുലസ് എത്രയാണെന്ന് അറിയാം, അല്ലെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ മോഡുലസ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, ആറിൻ്റെ മോഡുലസ്. ആർ എന്ന് പറയുന്നത് a + b ആണ്. ആറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ a + b ന്റെ മോഡുലസ് ആണ്. അത് എന്താണ് വരുന്നത്? √(a² + 2ab cos θ + b². അപ്പോൾ അത് നമുക്ക് എഴുതാം √(a² + 2ab cos θ + b² is equal to k. ഇനി നമുക്ക് എയും ബിയും കെ തന്നെയാണ്. അപ്പോൾ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ √(k² + 2k² cos θ + k² is equal to k. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ k² + k² 2k² ആണ്, പ്ലസ് 2k² cos θ is equal to k². ഓക്കെ, 2k² ഞാൻ കോമൺ എടുക്കുവാണ്. 2k² ഇൻറ്റു 1 + cos θ is equal to k². k²ഉം k² കട്ട് ചെയ്ത് പോയി. 1 + cos θ is equal to ഈ 2ന് അപ്പുറത്ത് കൊണ്ടുപോയാൽ 1/2 cos θ is equal to -1/2. അങ്ങനെയാണെങ്കിൽ θ
-60 ഡിഗ്രി. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ -60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ആദ്യം അനലിറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാം എന്നുള്ളത്. 2 വെക്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് എങ്ങനെ മാത്തമാറ്റിക്കലി എഴുതി കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ആ റിസൾട്ട്സ് രണ്ടും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ആർ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫ് ഒന്നും വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെയും ബിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അറിയാമെന്നുണ്ടെങ്കിൽ, അവ തമ്മിലുള്ള ആംഗിൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയാൻ പറ്റും. എങ്ങനെയാണ് പറയുന്നത്? R = √(a² + b² + 2ab cos θ. ഒരു 10 പ്രാവശ്യം ഇത് മൈൻഡിൽ പറഞ്ഞു നോക്കുക. √(a² + b² + 2ab cos θ. ആൻഡ് tan β ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി tan β = b sin θ / a + b cos θ ആയിരിക്കും. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 സ്പെഷ്യൽ കേസസ് പറഞ്ഞു. 2 വെക്ടേഴ്സ് തമ്മിൽ 0 ഡിഗ്രി ആണെങ്കിൽ, വെക്ടർ കുറഞ്ഞു വന്ന് 0 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ 1 ഡയമെൻഷനലായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാഗ്നിറ്റ്യൂഡ് പറയാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് ഇത്രയും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. a + b അങ്ങ് എഴുതിയാൽ മതി. കാരണം cos θ 1 ആയി. അങ്ങനെയാണെങ്കിൽ ഇത് a + b ² ആയി √ അങ്ങനെയാണെങ്കിൽ എനിക്ക് a + b എന്ന് തന്നെ വരും. അതായത് ഇത് രണ്ടേയും വെറുതെ ആഡ് ചെയ്താൽ മതി. എപ്പോഴാണ്? ആംഗിൾ 0 ആയിരിക്കുമ്പോൾ. ആംഗിൾ 180 ആയാലോ? ഒന്ന് അപ്പുറത്ത് വലിക്കുന്നു, ഒന്ന് ഇപ്പുറത്ത് വലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് a - b ചെയ്താൽ മതി. കാരണം cos θ എന്ന് പറയുന്നത് cos 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് -1 ആണ്. അപ്പോൾ a - b ² എന്ന് വരും. അപ്പോൾ a - b എന്നുള്ളത് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും 1 ഡയമെൻഷനലായി. 0 ആയിക്കഴിഞ്ഞാലും ഒരേ ഡയറക്ഷൻ 1 ഡയമെൻഷനലായി. 180 ആയാലും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണ്. അപ്പം അതും 1 ഡയമെൻഷനാണ്. സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് രണ്ടും വരുന്നത്. അപ്പോൾ അത് 1 ഡയമെൻഷനിലായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് വെക്ടർ അഡീഷൻ്റെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഏത് ആംഗിൾ വന്നു കഴിഞ്ഞാലും ഈ 2 ഫോം വെച്ച് വേണം നമുക്ക് വെക്ടേഴ്സ് സോൾവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സബ്ട്രാക്ഷൻ എങ്ങനെയെന്ന് പറഞ്ഞു. ഒരു വെക്ടറും മറ്റൊരു വെക്ടർ സബ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് വെക്ടറാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിനെ ആദ്യം തിരിക്കുക, എന്നിട്ട് വെക്ടർ അഡീഷൻ അങ്ങ് ചെയ്യുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡീഷൻ പറഞ്ഞു. കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ a + b = b + a. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ a + b + c യും a + b + c യും സെയിം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം a + b ചെയ്തിട്ട് പിന്നെ c യുമായിട്ട് ആഡ് ചെയ്യുന്നതും, ആദ്യം b + c ചെയ്തിട്ട് പിന്നെ a യുമായിട്ട് ആഡ് ചെയ്യുന്നതും സെയിം തന്നെ ആയിരിക്കും. അതിനുശേഷം നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതുക. ഞാൻ കമൻസ് വായിച്ച് നിങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് വീഡിയോ പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് എഴുതിയെത്തുള്ള. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.